ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇജ് വാലറ്റ് 2.0. ഇപ്പോൾ +2 കുട്ടികളുടെ കൊമേഴ്സ് കുട്ടികളുടെ ക്രിസ്മസ് എക്സാം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളെ കഴിഞ്ഞ എല്ലാ ക്രിസ്മസ് എക്സാമിൻ്റെയും സബ്ജക്റ്റ് വൈസിൻ്റെ ഒരു റിവ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 5 മെയിൻ സബ്ജക്റ്റുകൾ, അതായത് അക്കൗണ്ടൻസി, ബിസിനസ്, ഇക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, 4 മെയിൻ സബ്ജക്റ്റുകളും പിന്നെ ലാംഗ്വേജ് ആണ് ഉണ്ടായിരുന്നത്. നമ്മുടെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഓരോ മെയിൻ ഓപ്ഷണൽ സബ്ജക്റ്റുകൾ ഉൾപ്പെടെ കേട്ടോ. അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പകരം മാത്സ് ഉള്ളവരുണ്ടാവാം, പൊളിറ്റിക്കൽ സയൻസ് ഉള്ളവരുണ്ടാവാം. അപ്പോൾ ഇപ്പോൾ അക്കൗണ്ടൻസി നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടായിരുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് കുട്ടികൾക്കും അതുപോലെ തന്നെ AFS കുട്ടികൾക്കുമായിട്ട് 2 സബ്ജക്റ്റ് ആയിരുന്നു. രണ്ടും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയായിരുന്നു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഓക്കെ പേപ്പറിന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. നല്ല എളുപ്പമുള്ള പേപ്പറല്ല, എന്നാൽ നല്ല ബുദ്ധിമുട്ടുള്ള പേപ്പറും അല്ല. പാസ്സാവാനും ഡബിൾ പാസ് വാങ്ങാനും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പ്രോബ്ലംസൊക്കെ അതിൽ കിടപ്പുണ്ടായിരുന്നു. മോസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുട്ടികൾക്കാണ് AFSനെ സംബന്ധിച്ചൊരു ഡിഫിക്കൽട്ട്. എപ്പോഴും ഇവർക്ക് തന്നെയാണ് ഒരു ചെറിയ രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടാവാം. നമ്മൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ 5 മാർക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് കുട്ടികൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു പേപ്പർ. പിന്നെ എക്സാം പാറ്റേൺ പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ചേഞ്ചാണ്. മുൻ വർഷത്തെ PYQൻ്റെ അതേ ഒരു മോഡലൊന്നും അല്ല നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നത്. തൊട്ട് കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അതുമായി ചെറിയ സാമ്യം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി ബിസിനസ് സ്റ്റഡീസിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ബിസിനസ് സ്റ്റഡീസ്. അതായത് അതിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒഴികെ 8 മാർക്കിൻ്റെ നമുക്ക് essay ക്വസ്റ്റ്യൻസ് സെലക്ഷൻ്റെ പ്രോസസ്സൊക്കെയാണ് വന്നത്. പക്ഷേ അവിടെ essay ക്വസ്റ്റ്യൻ 3 ഓക്കെ ആയിരുന്നു. ഇവിടെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നാനുള്ള കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ചോദ്യങ്ങളും കുട്ടികൾക്ക് മനസ്സിലായില്ല. ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് എഴുതാനായിട്ട് ഒരുപാട് കുട്ടികൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അതായത് പഠിച്ചു പോയ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിലെന്താണ് അപ്ലൈ ചെയ്യാമെന്നറിയാം എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് ബിസിനസ് സ്റ്റഡീസിനെ സംബന്ധിച്ച് നമുക്ക് പേപ്പറിൽ കാണാനായിട്ട് സാധിച്ചത്. അതായത് എല്ലാ ക്വസ്റ്റ്യൻസും, 2 മാർക്ക് 1 മാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. 1 വേർഡ് മുതൽ 2 മാർക്ക് 3 മാർക്ക് മാച്ച് ദ ഫോളോയിങ് വരെ വളരെ രീതിയിൽ ടഫുള്ളതായിരുന്നു ബിസിനസ് സ്റ്റഡീസ്. അക്കൗണ്ടൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അക്കൗണ്ടൻസിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് ബിസിനസ് സ്റ്റഡീസിലായിരുന്നു. മാത്രമല്ല അവിടെ കൂടുതലും നമുക്ക് ഫസ്റ്റ് ടേമിൽ നിന്നാണ് കൂടുതൽ പോർഷൻസ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ടേമിൽ നിന്നും സെക്കൻഡ് ടേമിൽ നിന്നും ഒക്കെ പോർഷൻസ് വരാം. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഫസ്റ്റ് ടൈം പോർഷൻസ് ആണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിച്ചത്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. A+ കിട്ടുന്ന കുട്ടികൾക്കൊക്കെ വളരെയധികം എന്താ പറയുക, ആ ലെവലിൽ പഠിച്ചു പോയ കുട്ടികൾക്ക് ഒരു A അല്ലെങ്കിൽ ഒരു 60 മാർക്കൊക്കെ ഒപ്പിക്കാനേ നമുക്ക് ബിസിനസ് സ്റ്റഡീസിന് പറ്റുള്ളൂ. അല്ലാതെ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് വിചാരിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി എക്കണോമിക്സ് പറയുകയാണെങ്കിലും നമുക്ക് എന്താ പറയുക, ഒരു നല്ല പേപ്പർ എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഇവിടെയും 8 മാർക്കിൻ്റെ essay മാർക്ക് ഓക്കെ ആയിരുന്നു. നമുക്ക് 3 കുഴപ്പമില്ലാതെ നാഷണൽ ഇൻകത്തിൻ്റെ മെത്തേഡ്സ്, അതുപോലെ തന്നെ RBIയുടെ മെഷേഴ്സ്, ഒപ്പം എന്താ പറയുക കുഴപ്പമില്ലാത്ത 8 മാർക്കിൻ്റെ 3 ചോദിച്ചുവെങ്കിൽ പോലും മാക്രോ സെക്ഷനാണ് കൂടുതലായിട്ട് അവർ കവർ ചെയ്തത്. അതായത് മാക്രോയിൽ നിന്നാണ് പ്രോബ്ലംസ് വരെ കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. മൈക്രോ സെക്ഷനിലുള്ള പ്രോബ്ലംസിനേക്കാൾ മാക്രോയിൽ ഇപ്പോൾ APS MPS അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പോർഷൻസ് ആണ്. അവിടെ നിന്നൊക്കെയാണ് കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് എക്കണോമിക്സിന് വന്നത്. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പറയുകയാണെങ്കിൽ ഇതും ഒരു നല്ല എളുപ്പമുള്ള പേപ്പർ എന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് നന്നായി പഠിച്ച കുട്ടികൾക്ക് ഒരു ആവറേജ് മാർക്കൊക്കെ കിട്ടും. അതായത് ജയിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു കമ്പ്യൂട്ടറൈസ്ഡും ഒക്കെ. ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷോ നല്ല പേപ്പറായിരുന്നു. അതായത് മുൻ വർഷത്തെ നല്ല പേപ്പർ എന്ന് വെച്ചാൽ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റേതൊക്കെ ആയിട്ടുള്ള കമ്പാരിറ്റീവിൽ അതേപോലത്തെ ഒരു പേപ്പർ തന്നെയായിരുന്നു. അപ്പോൾ ലാംഗ്വേജിന് നമുക്ക് അത്ര വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. പക്ഷേ നമ്മുടെ 4 മെയിൻ പേപ്പറുകൾ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ഇക്കണോമിക്സ്, കമ്പ്യൂട്ടറൊക്കെ നന്നായി പഠിച്ച കുട്ടികൾക്ക് മാത്രമാണ് ഒരു ലെവലായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ മിസ്സിന് തോന്നുന്നു ഈ 4 വിഷയങ്ങളിൽ കുഴപ്പമില്ലാത്തൊരു പേപ്പർ മേ ബി അക്കൗണ്ടൻസി ആവാം.
അതായത് അക്കൗണ്ടൻസിയിലെ ആ പ്രോബ്ലംസ് ഒക്കെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അതായത് P&L അപ്രോപ്രിയേഷൻ അതൊക്കെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ റിവാലുവേഷനും പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കേണ്ടത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്, അതൊക്കെ നമുക്ക് പഠിച്ച അതേ പ്രോബ്ലംസ് ഒക്കെയാണ്. കാരണം പ്രോബ്ലത്തിൽ നമുക്ക് മാറ്റം വരുന്നില്ലല്ലോ. അവിടെ ചേഞ്ച് വന്നിട്ടുണ്ടാവുക മാർക്കുകളാണ്. അതായത് 6 മാർക്ക് നമ്മൾ വിചാരിച്ച പേപ്പർ വന്നില്ല, 3 മാർക്കിൽ വിചാരിച്ച ക്വസ്റ്റ്യൻ വന്നില്ല. അല്ലാതെ ഇവിടെ ബിസിനസ്സും എക്കണോമിക്സും ഒക്കെ ചെയ്തതുപോലെ ബിസിനസ്സൊക്കെയാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുക ബിസിനസ് സ്റ്റഡീസാണ്. അതായത് ഒരുപാട് തിയറിയാണ്, പക്ഷേ പഠിച്ച തിയറീസ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫസ്റ്റ് ടൈം പോർഷൻസിൽ നിന്ന് നല്ലപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. SA മാർക്കിൻ്റെ പോർഷൻസൊക്കെ നമുക്ക് കുഴപ്പമില്ലാത്ത നല്ല പേപ്പറായിരുന്നു. SA മാർക്കിൻ്റെ 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. പക്ഷേ അവിടെ എന്താണ് അപ്ലൈ ചെയ്യാന്നുള്ള ബുദ്ധിമുട്ടുണ്ടായി. അതുപോലെ 2-3 മാർക്സൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. നമുക്ക് അത്ര വലിയ നല്ല എളുപ്പമുള്ള 3 മാർക്കിൻ്റെ ചോദ്യങ്ങളൊന്നും നമുക്ക് ക്രിസ്മസിൻ്റെ എക്സാമിന് കാണാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് ബിസിനസ് സ്റ്റഡീസിലെ ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് മനസ്സിലാവാതിരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട് തോന്നി. അതായത് ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞ് ഇതാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്കവിടെ കാണാൻ സാധിച്ചില്ല. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാർച്ചിലെ ഫൈനൽ എക്സാമിന് ഇതേ പാറ്റേൺ ആണ് നമുക്ക് ഉണ്ടാവുക. കഴിഞ്ഞ വർഷം ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതേ സെയിം മോഡൽ പാറ്റേൺ ആയിരുന്നു ഫൈനൽ എക്സാമിന് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഈ വർഷം എന്ത് ചെയ്യണം, ഈ ക്രിസ്മസ് എക്സാമിൻ്റെ ചേഞ്ചസ് ഒക്കെ വന്നിട്ട് വേണം നമ്മൾ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഫൈനൽ എക്സാമിന് എത്ര ദിവസമുള്ളൂ? 2 മാസമാണുള്ളത്, ജനുവരി ഫെബ്രുവരി അല്ലേ. ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ മാർച്ച് ഫസ്റ്റ് വീക്കിൽ എക്സാമായി. മോഡൽ എക്സാം വരുന്നുണ്ട്, ലാബിൻ്റെ പ്രീ മോഡൽ എക്സാം, ലാബിൻ്റെ റെക്കോർഡ് സബ്മിഷൻ, ലാബിൻ്റെ ഫൈനൽ എക്സാം എല്ലാം നമുക്ക് വരാം. ലാബ് സ്റ്റാറ്റിക് സ്റ്റുഡൻസിനെ, അതുപോലെ തന്നെ അക്കൗണ്ടൻസി സ്റ്റുഡൻസിന്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിനൊക്കെ നമുക്ക് മാത്സ്, ഇതിനൊക്കെ നമുക്ക് ലാബ് എക്സാമുകൾ ഉണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ഈ ഒരു 2 മാസത്തിൽ കൂടുതലും ഈ ഒരു തിരക്കുകൾക്കിടയിലാവുമ്പോൾ നമ്മൾ സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, +1 ഇംപ്രൂവ്മെന്റും +2 ഫൈനൽ എക്സാമും നമുക്ക് ഒരുമിച്ചാണ്. 1 വീക്കിൽ തന്നെ 2 തരം എക്സാമുകൾ വന്ന സമയങ്ങളും ടൈം ടേബിളിലുണ്ട്. അത്യാവശ്യം ചെറിയ ലീവുകളും ഒഴിവുകളും മാത്രമേ നമുക്ക് ഈ ഫൈനൽ എക്സാമിൻ്റെ ഇടയിലുള്ളൂ. അപ്പോൾ +1 ഉണ്ട് നമുക്ക് എഴുതാൻ, +2 ഉണ്ട്. +1 3 സബ്ജക്റ്റ് എഴുതുന്ന കുട്ടികളുണ്ട് എങ്കിൽ അവർക്ക് മാർച്ചിൽ നേരിടേണ്ടി വരുന്നത് 9 സബ്ജക്റ്റോളം പേപ്പേഴ്സാണ്. അപ്പോൾ ഇത്രയും കെയർ നമ്മൾ എവിടെ കൊടുക്കണം, നമ്മുടെ സ്റ്റഡീസിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൊമേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്രാഷ് ബാച്ചും ഇംപ്രൂവ്മെൻറ്റ് ബാച്ചും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ അഡ്മിഷൻ തുടങ്ങിയിരിക്കുന്നു. ഏകദേശം നമ്മൾ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ അഡ്മിഷന് ഒരുപാട് കുട്ടികൾ എൻക്വയറി ചെയ്തിരുന്നു. കുറേ പേർക്കൊക്കെ ഇപ്പോൾ റിപ്ലൈ നമ്മളിപ്പോൾ കൊടുത്തു. കുറേ പേരൊക്കെ നമുക്ക് അഡ്മിഷനിൽ ഇൻക്ലൂഡ് ആയി. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കുറേ പേരൊക്കെ പേയ്മെൻറ്റ് നൽകി അഡ്മിഷൻ എടുത്തു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ഡെയിലി ലൈവ് ക്ലാസ്സസ് ആണ് എടുക്കുക. ലൈവാണ്, അല്ലാതെ കഴിഞ്ഞ വർഷത്തെയോ മുൻ വർഷത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇട്ടുതരല്ല ചെയ്യുന്നത്. ആ ലൈവ് ക്ലാസ് നമുക്ക് ടൈമൊക്കെ ഷെഡ്യൂൾ ഇടുന്നത് നമ്മൾ പറയും. ആ ഷെഡ്യൂൾ ചെയ്ത ടൈമിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആ റെക്കോർഡ് ക്ലാസ്സസ് കാണാം. ഇപ്പം നമ്മൾ ഇപ്പോൾ ജനുവരി 6-ാം തീയതി ഒരു ക്ലാസ് എടുത്തു. ആ ക്ലാസ് നമുക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. മുൻ വർഷത്തെ PVQ സെക്ഷൻസ് മാത്രമല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുക, എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ക്ലാസ് എടുക്കും. അതായത് ചാപ്റ്റർ 1 മുതൽ ലാസ്റ്റ് ചാപ്റ്റർ, ഇപ്പോൾ 1 മുതൽ 10 വരെയാണെങ്കിൽ 10 ചാപ്റ്റേഴ്സ് നമ്മൾ ക്ലാസ് എടുക്കുന്നതാണ്. പിന്നെ ക്രിസ്മസ് എക്സാമിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് പറഞ്ഞു തന്ന ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. PDF നോട്ടുകൾ ഉണ്ടായിരിക്കും. മിസ്സിൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സുകൾ PDF ഫയലായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്രിസ്മസ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നമ്മുടെ യൂട്യൂബിൽ എങ്ങനെയാണോ ക്ലാസ് എടുത്തത് അതേപോലെ തന്നെയാണ് നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. മോഡൽ എക്സാം ഇൻക്ലൂഡഡ് ആണ്. നമ്മളിപ്പോൾ ഈ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് മോഡൽ എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. 45 ദിവസത്തെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 4 സബ്ജക്റ്റുകൾ, അതായത് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ഇക്കണോമിക്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മിസ്സാണ് എടുക്കുക. ഇംഗ്ലീഷും മാത്സും എടുക്കുന്നത് സയൻസ് ബാച്ചിൽ മിസ്സായിരിക്കും. ലാസ്റ്റ് വീക്ക് ക്ലാസ്സുകളെല്ലാം എടുത്ത് നമുക്ക് ലാസ്റ്റ് വീക്ക് ഒരു സ്പെഷ്യൽ റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് ഇൻക്ലൂഡഡ് ആണ്. അത് ചിലപ്പോൾ 10 ദിവസം മുന്നേ തന്നെ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും എടുത്ത് തീർക്കും. ഒരു 10-15 ദിവസം മുന്നേ തന്നെ മോഡൽ എക്സാമിന് മുന്നേ തന്നെ കംപ്ലീറ്റ് പോർഷൻസ് എടുത്ത് തീർത്ത് മോഡൽ എക്സാമിന് മുന്നോടിയായിട്ട് നമ്മൾ റിവിഷൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുക. ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഈ ഒരൊറ്റ ബാച്ചിൽ അവൈലബിൾ ആണ്. അക്കൗണ്ടൻസി, CA, IFS, നമുക്കിപ്പോൾ അക്കൗണ്ടൻസിയിൽ കമ്പ്യൂട്ടറൈസ്ഡും IFS കുട്ടികളുടെ ക്ലാസ്സുകളും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ.
ദെൻ +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ് സെപ്പറേറ്റ് നമ്മൾ അക്കൗണ്ടൻസും എക്കണോമിക്സും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആണ്. ക്ലാസ് ടൈം എന്ന് പറയുന്നത് വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ മോർണിംഗിൽ ഒരു ബാച്ചും നൈറ്റ് സെക്ഷനിൽ ഒരു ബാച്ചും ആണ് ഉണ്ടാവുക. അതായത് 2 സബ്ജക്റ്റ് ആണ് വർക്കിംഗ് അവേഴ്സിൽ വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ സ്കൂളിൽ പോയല്ലോ, ലാസ്റ്റ് ഹോളിഡേയ്സ് സാറ്റർഡേ സൺഡേസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഡെയിലി നമുക്ക് മാക്സിമം ഒരു 4 സബ്ജക്റ്റ് 5 സബ്ജക്റ്റ് ഒക്കെ നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് പറ്റും. ഒരു സബ്ജക്റ്റിന് 500 rupees ആണ് പേയ്മെന്റ്. എല്ലാ സബ്ജക്റ്റും അതായത് 5 സബ്ജക്റ്റും നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ 2000 rupees ആണ് നിങ്ങളുടെ പേയ്മെന്റ് വരുന്നത്. ഇനി ഇവിടെ വേറൊരു ഡൗട്ട്, നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ആപ്പുകൾ വേണോ എന്നുള്ളതുണ്ട്. വേണ്ട, നമ്മൾ യൂട്യൂബിൽ തന്നെ പ്രൈവറ്റ് ലിങ്ക് ആയിട്ട് ലൈവ് സ്ട്രീം വഴിയാണ് നമുക്ക് ക്ലാസ് ഉണ്ടാവുക. ഡൗട്ടുകൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അതല്ല എങ്കിൽ അതിനുശേഷം വാട്സപ്പായിട്ട് മിസ്സിനായിട്ട് വാട്സപ്പ് മെസ്സേജ് അയച്ചോ മിസ്സിന് സെപ്പറേറ്റ് പേഴ്സണൽ മെസ്സേജ് അയച്ചോ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ആ ഡൗട്ടുകളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇനി നമ്മുടെ സബ്ജക്റ്റുകൾ +2 നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് ഇപ്പോൾ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ്, മാത്സ് ആണ്. ഇതിൽ 5 സബ്ജക്റ്റുകൾ വേണമെന്നുള്ള കുട്ടികൾക്ക് 2000 രൂപയാണ് ഫീസ് വരിക. പെർ സബ്ജക്റ്റ് ഇപ്പോൾ 2 വിഷയം മതിയെങ്കിൽ 1000 രൂപയാണ്. ഒരു സബ്ജക്റ്റ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് 500 rupees ആണ് പേയ്മെൻറ്റ്. ഈ 500 rupees നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ മന്ത്ലി പേയ്മെൻ്റ് അല്ല, 1 ടൈം പേയ്മെൻ്റ് ആണ്. നിങ്ങൾ ഒറ്റ തവണ അടച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കംപ്ലീറ്റ് ക്ലാസ്സുകൾ, അതായത് റിവിഷൻ ക്ലാസ്സുകളും മോഡൽ എക്സാമിൻ്റെ ക്ലാസ്സുകളും മോഡൽ എക്സാം കഴിഞ്ഞ് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും ഡിസ്കഷനും കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതുള്ളൂ, ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുവരെ എല്ലാ ക്ലാസ്സും അവൈലബിൾ ആണ്. മന്ത്ലി പേയ്മെൻ്റ് അല്ല. ജനുവരി 1st വീക്കോട് കൂടി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഫെബ്രുവരി ലാസ്റ്റ് വരെ നമുക്ക് ക്ലാസ് ഉണ്ടാവും. അബൌട്ട് 2 months ക്ലാസ് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് വേറെയാണ്. ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ 2 സബ്ജക്റ്റ് ആണ് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. 2 സബ്ജക്റ്റ് അക്കൗണ്ടൻസി, എക്കണോമിക്സും. കാരണം കൂടുതൽ കുട്ടികളും ഇത് 2 ഫോക്കസ് ചെയ്യുക. അപ്പോൾ അക്കൗണ്ടൻസി ഇമ്പ്രൂവ് ചെയ്യുന്നവർക്കും എക്കണോമിക്സ് ഇമ്പ്രൂവ് ചെയ്യുന്നവർക്കും ചെയ്യാം. ഒരു വിഷയം 500 രൂപയാണ്. ഇപ്പോൾ അക്കൗണ്ടൻസി മാത്രമുള്ള ഒരു 500 രൂപ, എക്കണോമിക്സ് മാത്രമുള്ള ഒരു 500 രൂപ. ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ച് ആണെന്ന് സ്പെഷ്യലി പറയാം. 2 വേണ്ടവർ 1000 രൂപ കൊടുത്ത് +1 ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ചുകളും നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ അവൈലബിൾ ആണ്. ഇനി അപ്പോൾ നിങ്ങൾക്കിപ്പോൾ +2ൻ്റെ ക്രാഷും +1 ഇമ്പ്രൂവ്മെൻറ്റും ഒരു സ്ഥലത്ത് നിന്ന് കിട്ടാൻ നിങ്ങൾക്ക് ഇവിടുന്ന് 2ഉം അവൈലബിൾ ആണ്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലൊന്ന് മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ അഡ്മിഷനിൽ ചേരാൻ ആഗ്രഹമുണ്ട്. നമ്മളിപ്പോൾ ക്രിസ്മസ് എക്സാമിനൊക്കെ എന്തായാലും ഫെയിലാവും എന്ന് ഉറപ്പുള്ള കുട്ടികളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനായിട്ടുള്ളത്, ആ ഫെയിലും പിടിച്ചിരിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, +2 നമ്മൾ 1 മുതൽ പഠിച്ചു തുടങ്ങാൻ പോവാണ്. അതിനുള്ള വലിയൊരു ചാൻസാണ് നിങ്ങൾക്കുള്ളത്. ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ്റെ ഇതിൽ കൂടുതൽ ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം. 7907664613 എന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ എവരി വൺ, നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ എവരി വൺ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.